ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ഏകാദശി ഒരു പകൽ അവസാനിച്ചു. എല്ലാവരും ഭംഗിയായി ഏകാദശിയൊക്കെ എടുത്ത് കാണും. സന്ധ്യയ്ക്ക് വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം ഇനി നേരത്തെ തന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിരുന്നു, വിളക്ക് കത്തിക്കുന്നതിന് മുമ്പ് ആഹാരമെല്ലാം കഴിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് കഴിയുന്നതും ആഹാരം കഴിക്കാതിരുന്ന് ഭഗവാനെ പ്രാർത്ഥിക്കാനായിട്ട് ശ്രമിക്കുക. അതല്ല, നമുക്ക് എന്തെങ്കിലും മരുന്നൊക്കെ കഴിക്കണം, അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളവർ വളരെ ലഘുവായി എന്തെങ്കിലും കഴിച്ചിട്ട് പ്രാർത്ഥിക്കുക. എന്തുതന്നെ ആയാലും ഇന്ന് രാത്രി പരമാവധി സമയം നിങ്ങൾ ഭഗവാനെ പ്രാർത്ഥിക്കണം. നാളെ വെളുപ്പിനെ തന്നെ എഴുന്നേറ്റ് ഭഗവാനെ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കാനായിട്ട് ശ്രമിക്കുക. പാരണ വീടേണ്ടുന്ന സമയത്ത് തന്നെ പാരണ വീടണം. അക്കാര്യത്തിൽ യാതൊരു ഉപേക്ഷയും വിചാരിക്കരുത്. ആ സമയത്ത് മാത്രമേ പാരണ വീടാവൂ. അതിനു മുമ്പോ അതിന് ശേഷമോ പാരണ വീടരുത്. ജോലി സ്ഥലത്തൊക്കെ ആണെങ്കിൽ ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചോ ഒരു പഴം കഴിച്ചോ ഒക്കെ നിങ്ങൾക്ക് പാരണ വീടാം. പ്രാർത്ഥനയാണ് ഏറ്റവും മുഖ്യം. പരമാവധി സമയം ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, കഥകൾ കേൾക്കുക, ജപിക്കുക. ഇതാണ് ചെയ്യേണ്ടത്. ഇനി നാളത്തെ ദിവസം നിങ്ങൾ ശുദ്ധാഹാരത്തിൽ തന്നെ ഇരിക്കണം. നോൺ വെജ് ഒന്നും ഉപയോഗിക്കരുത്. കാരണം ആ വ്രതത്തിൻ്റെ ആ ഒരു ഐശ്വര്യം, അതിൻ്റെ ഒരു മുഴുവൻ ശക്തിയും നിങ്ങളിലേക്ക് പെട്ടെന്ന് തന്നെ എടുത്തു കളയാനായിട്ട് നിങ്ങൾ ശ്രമിക്കരുത്. ആ ഒരു ഈശ്വര ഭജനത്തിലും അതുപോലെ തന്നെ ശുദ്ധാഹാരത്തിലും നാളെ ഒരു ദിവസം കൂടെ ഇരിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അരിഭക്ഷണം നിങ്ങൾക്ക് കഴിക്കാം, അതിനൊന്നും തടസ്സമില്ല. നിങ്ങൾ നോൺ വെജ് ഒന്നും ഉപയോഗിക്കാതിരുന്നാൽ മതി. മറ്റ് ലഹരി പദാർത്ഥങ്ങളൊന്നും ഉപയോഗിക്കരുത്. ഉള്ളി വെളുത്തുള്ളിയുടെയൊക്കെ ഉപയോഗം പരമാവധി കുറയ്ക്കുക. ആ രീതിയിലാണ് മുമ്പോട്ട് പോകേണ്ടത്. പിന്നെ നിങ്ങൾ എല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ഹിന്ദു വിശ്വാസം അനുസരിച്ച് 33 കോടി ദൈവങ്ങളുണ്ടെന്ന് പറയും. പക്ഷേ ഇതെല്ലാം ഒന്ന് തന്നെയാണ്. നമ്മളുടെ മനസ്സിലേക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടി, അതായത് ഓരോ ഭാവങ്ങളിൽ ഭഗവാൻ അല്ലെങ്കിൽ ഭഗവതി ഇങ്ങനെ നമ്മുടെ മുമ്പിലേക്ക് അവതരിച്ച് കാണിച്ചിരിക്കുന്നു എന്നത് മാത്രമേ ഉള്ളൂ. ലളിതാ ത്രിപുരസുന്ദരിയാണ് പാർവതി ദേവിയായും, പാർവതി ദേവിയുടെ പല പല രൂപങ്ങളായും, ദുർഗയായും അല്ലെങ്കിൽ സരസ്വതിയായും ഒക്കെ വരുന്ന ഒരൊറ്റ ദേവിയാംശമുണ്ട്. ആ ദേവാംശത്തിൻ്റെ ദേവിയുടെ പല പല രൂപങ്ങളിലായിട്ടാണ് ദേവി ഇങ്ങനെ അവതരിക്കുന്നത്. പക്ഷേ എല്ലാം എവിടെ തന്നെയാണ് ഉള്ളത്? പരമമായ ആ ദേവി ചൈതന്യത്തിൽ തന്നെയാണുള്ളത്. ദേവിയുടെ പല പല ഭാവങ്ങളാണ്. അതുപോലെ തന്നെയാണ് ഭഗവാന്റെ പല പല ഭാവങ്ങളാണ് നമ്മൾ പല പല രൂപത്തിൽ കാണുന്നത്. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ അമ്മയുണ്ട്. ചിലപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സ്നേഹമായിരിക്കും, ചിലപ്പോൾ അമ്മ ഭദ്രകാളിയെ പോലെ ദേഷ്യം പിടിച്ച് നിൽക്കും, ചിലപ്പോൾ ശാന്ത സ്വഭാവമായിരിക്കും, ചിലപ്പോൾ ഒന്നും മിണ്ടത്തില്ല, മിണ്ടാതെ ഇങ്ങനെ ദുർഗുണ പരബ്രഹ്മമായിട്ടിരിക്കും. അപ്പോൾ പല രൂപത്തിൽ അമ്മയെ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെയാണ് ഭഗവാനെയും. ഭഗവാനായാലും ഭഗവതി ആയാലും പല രൂപങ്ങളിൽ പല ഭാവങ്ങളിൽ നമുക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ ഇങ്ങനെ നമ്മുടെ മുമ്പിൽ അവതരിച്ചിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാം പരമമായ ഒരൊറ്റ സത്യമാണ്. അതുകൊണ്ട് മഹാവിഷ്ണുവിനെ ആരാധിച്ചാലും മഹാവിഷ്ണുവിൻ്റെ പല പല രൂപങ്ങൾ, അതായത് മത്സ്യകൂർമ്മ വരാഹം മുതലുള്ള കൽക്കി വരെയുള്ള പല പല ദശാവതാരം ഉണ്ട്. ആ ദശാവതാരങ്ങളിൽ തന്നെ ചിലർ നരസിംഹമൂർത്തിയുടെ ഉപാസകരായിരിക്കും, ചിലർ രാമനെ ആയിരിക്കും വിളിക്കുന്നത്. ഇപ്പോൾ വടക്കേ ഇന്ത്യയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് രാമനാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ രാമനെ ആയിരിക്കും അവർ വിളിക്കുന്നത്. നമ്മൾ കേരളത്തിലേക്ക് അല്ലെങ്കിൽ തെക്കേ ഇന്ത്യയിലേക്ക് വന്നു കഴിയുമ്പോൾ ഗുരുവായൂരപ്പനും ശ്രീകൃഷ്ണനും ഒക്കെയാണ്. ഗുരുവായൂരപ്പൻ എന്ന് പറയുന്നത് തന്നെയാണ് ശ്രീകൃഷ്ണൻ. ഈ ശ്രീകൃഷ്ണൻ തന്നെയാണ് ശ്രീരാമൻ, അത് തന്നെയാണ് മഹാവിഷ്ണു. അപ്പോൾ ഇതെല്ലാം ഒന്ന് തന്നെയാണെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഇപ്പം രാമനായാലും കൃഷ്ണനായാലും എല്ലാം ഒന്ന് തന്നെ. ഇനി കൃഷ്ണനെ വിളിക്കുന്നവർക്ക് മഹാദേവനെ വിളിക്കാൻ പാടുണ്ടോ എന്ന സംശയം വരും. ഇതെല്ലാം ഒന്ന് തന്നെ. നമുക്കാണ് മനുഷ്യരിൽ എന്തുള്ളത്? വ്യത്യാസങ്ങളുള്ളത്. ചിലർ പറഞ്ഞു കൊടുക്കും, ഏകാദശി എടുക്കുന്നവർ ഒരിക്കലും പ്രദോഷം എടുക്കരുത്, അങ്ങനെയാണെങ്കിൽ സ്കന്ദഷഷ്ടി എടുക്കരുത്. അങ്ങനെയാണെങ്കിൽ ഈ ലോകത്ത് മനുഷ്യരെ എത്ര ആയിട്ട് ഡിവൈഡ് ചെയ്യേണ്ടി വരും? ചിലർ കൃഷ്ണനെ മാത്രം വിളിക്കുന്നു, ചിലർ ശിവനെ മാത്രം വിളിക്കുന്നു, ചിലർ വേലായുധ സ്വാമിയെ മാത്രം വിളിക്കുന്നു. ഇതൊന്നുമല്ല, ചിലരാരെ വിളിക്കുന്നു? ദേവിയെ വിളിക്കുന്നു. അപ്പോൾ ഇങ്ങനെ എത്ര തരത്തിൽ നമുക്ക് മനുഷ്യരെ വിഭജിക്കാൻ പറ്റും? ഗുരുവായൂർ അമ്പലത്തിൽ പോകുന്നവർ പഴനിയിലും പോകും, അതല്ലെങ്കിൽ അവരെവിടെ പോകും? ശ്രീകണ്ഠേശ്വരത്തും പോകും, അല്ലെങ്കിൽ കാളഹസ്തിയിൽ പോകും. അപ്പോൾ ഭഗവാൻ എല്ലായിടത്തും ഒന്ന് തന്നെയാണ്. ഈ പ്രാർത്ഥനകളെല്ലാം എത്തിച്ചേരുന്നത് എവിടേക്ക് മാത്രമാണ്? പരബ്രഹ്മത്തിലേക്ക് തന്നെയാണ്.
എല്ലാം ഒത്തുചേരുന്നത് ഒരിടത്തേക്ക് തന്നെയാണ്. ഏതു വഴി എല്ലാ നദികളും ഒഴുകി വന്നാലും അവസാനം ഈ നദികളെല്ലാം ചെന്ന് അവസാനിക്കുന്നത് എവിടെയാണ്? സാഗരത്തിലാണ്. ഇത് നിങ്ങൾ മനസ്സിലാക്കുക. രാമനെ വിളിച്ചാലും കൃഷ്ണനെ വിളിച്ചാലും മഹാദേവനെ വിളിച്ചാലും പ്രാർത്ഥനകളെല്ലാം ചെന്നെത്തുന്നത് ഒരിടത്തേക്ക് തന്നെയാണ്. നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് നമ്മളിങ്ങനെ ഓരോ രൂപത്തിലും ഭാവത്തിലും വിളിക്കുന്നുവെന്ന് മാത്രമേ ഉള്ളൂ. അക്കാര്യങ്ങളെല്ലാം നിങ്ങൾ മനസ്സിലാക്കുക. ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു തന്നാൽ അതിനെ അങ്ങ് അന്ധമായിട്ട് വിശ്വസിക്കാതിരിക്കുക. ഇപ്പം ഞാൻ പറയുന്ന കാര്യമായാലും നിങ്ങൾ അന്ധമായിട്ട് വിശ്വസിക്കരുത്. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ചിട്ട് നിങ്ങളൊന്ന് ചിന്തിക്കുക, എന്താണ് ഇവർ പറയുന്നത്, അതിലെത്രത്തോളം യുക്തിയുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ പെരുമാറുക. പിന്നെ ദൈവങ്ങളെല്ലാം മനുഷ്യർക്ക് വേണ്ടിയിട്ടുള്ളതാണ്, നമുക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. വലിയ അതിർവരമ്പുകൾ വെക്കുമ്പോൾ നമുക്കൊരിക്കലും ഭഗവാനിലേക്ക് എത്താൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇസ്കോൺ പോലുള്ള സംഘടനകൾ ഭഗവാനിലേക്ക് എത്താൻ വേണ്ടി നിങ്ങൾ വലിയ വലിയ മന്ത്രങ്ങളൊന്നും ജപിക്കേണ്ട, ഹരേ കൃഷ്ണ എന്ന മഹാമന്ത്രം മാത്രം ജപിച്ചാൽ മതിയെന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം ഒരു സഹോദരി ചോദിച്ചിരുന്നു, ഹരേ കൃഷ്ണ എന്നാണോ ആദ്യം ജപിക്കേണ്ടത് അതോ ഹരേ രാമ എന്നാണോ ആദ്യം ജപിക്കേണ്ടതെന്ന്. ഇപ്പോൾ ഇസ്കോൺ പോലുള്ള സംഘടനകൾ അവർ കൃഷ്ണനെ മാത്രം വിളിക്കുന്നവരാണ്. അവർക്ക് കൃഷ്ണനല്ലാതെ മറ്റൊരു രൂപത്തെ അവർ പ്രാർത്ഥിക്കുന്നില്ല. കൃഷ്ണ ബലരാമൻ, വൃന്ദാവനത്തിൽ കൃഷ്ണ ബലരാമ ക്ഷേത്രമുണ്ട്. അതുപോലെ നമുക്ക് തിരുവനന്തപുരത്ത് കൃഷ്ണ ബലരാമ ക്ഷേത്രമുണ്ട്. അപ്പം കൃഷ്ണനെയാണ് അവർ കൂടുതലായിട്ടും വിളിക്കുന്നത്. അതുപോലെ രാധാറാണി അവരുടെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്ന മറ്റൊരു ദേവിയാണ് രാധാറാണി. അപ്പം ആ രാധാറാണിക്ക് കൂടുതൽ പ്രാധാന്യവും ഭഗവാൻ ശ്രീകൃഷ്ണന് കൂടുതൽ പ്രാധാന്യവും ബലരാമന് കൂടുതൽ പ്രാധാന്യവും കൊടുത്തുകൊണ്ട്, അതായത് വൃന്ദാവനത്തെ ഉൾക്കൊണ്ടുകൊണ്ട്, അതായത് വൃന്ദാവനത്തിലെ ഭഗവാന്റെ ലീലകളെ ഉൾക്കൊണ്ടുകൊണ്ടിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, പ്രാർത്ഥിക്കുന്നത്. അതിന് കാരണം എന്താണ്? ശ്രീകൃഷ്ണൻ എന്ന് പറയുന്ന ഈ ഭഗവാന്റെ മഹാവിഷ്ണുവിൻ്റെ ഏറ്റവും പൂർണ്ണമായ അവതാരമാണ് 9ാമത്തെ അവതാരമായ ശ്രീകൃഷ്ണ അവതാരം. അപ്പോൾ 9ാമത്തെ അവതാരമായ ശ്രീകൃഷ്ണ അവതാരത്തിൽ നമുക്കറിയാം, കൊച്ചായിരുന്നപ്പോൾ മുതലേ നമ്മുടെ അമ്മൂമ്മമാരൊക്കെ കൃഷ്ണൻ്റെ കഥകൾ പറഞ്ഞു തരുമായിരുന്നു, ഉണ്ണിക്കണ്ണൻ്റെ കഥകൾ പറഞ്ഞു തരുമായിരുന്നു. വികൃതിയുള്ള കുട്ടികളെ ഉണ്ണിക്കണ്ണനാണെന്ന് പറയുമായിരുന്നു. അപ്പം നമ്മളുമായി കൂടുതൽ റിലേറ്റ് ചെയ്ത് നിൽക്കുന്നത് ഭഗവാനും വൃന്ദാവനവും രാധാറാണിയും ഒക്കെയാണ്. അതുകൊണ്ട് സാധാരണ മനുഷ്യരിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടിയിട്ടാണ് അവിടെ എന്ത് ചെയ്യുന്നത്, ഈ രീതിയിലുള്ള ആചാരക്രമങ്ങൾ പാലിച്ചു വരുന്നത്. കാരണം വലിയ മഹാവിഷ്ണുവിൻ്റെ വലിയ വലിയ തത്വങ്ങളോ അല്ലെങ്കിൽ വലിയ വലിയ മന്ത്രങ്ങളോ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണപ്പെട്ട മനുഷ്യർക്ക് അത് പെട്ടെന്ന് മനസ്സിലാകണമെന്നില്ല. പക്ഷേ ഭഗവാന്റെ ഇതുപോലുള്ള ചെറിയ ചെറിയ ലീലകളും ആ രീതിയിൽ പോകുമ്പോൾ ഹരേ രാമ അല്ലെങ്കിൽ ഹരേ കൃഷ്ണ എന്ന പറഞ്ഞ മന്ത്രം നമുക്ക് കൊച്ചിലേ മുതലേ നമ്മുടെ വീടുകളിലെല്ലാവരും ജപിച്ചുകൊണ്ടിരുന്നതാണ്. അമ്മമ്മമാരെ വിളക്ക് കത്തിച്ച് വെച്ച് ഹരേ രാമ ചൊല്ലാനാണ് പറയുന്നത്. അപ്പോൾ ഇത് നമുക്കറിയാം. ഇത് ഒരിടത്തു നിന്നും ഒരു ഗുരു ഉപദേശത്തിൻ്റെ ആവശ്യം നമുക്കില്ല. നമ്മളെ ഉപദേശിച്ച് തന്ന നമ്മുടെ അമ്മയോ അല്ലെങ്കിൽ അമ്മുമ്മയോ ആണ് ഏറ്റവും വലിയ ഗുരു. അപ്പം അത് നമ്മൾ ആ രീതിയിൽ പ്രാർത്ഥിക്കുക. അവരവിടെ കൃഷ്ണന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ടാണ് ഹരേ കൃഷ്ണ എന്ന് അവരാദ്യം ജപിക്കുന്നത്. അതിനുശേഷം അവർ ഹരേ രാമ എന്ന് ജപിക്കും. പക്ഷേ ഹരേ രാമ എന്ന് ജപിച്ചത് കൊണ്ടോ ഹരേ കൃഷ്ണ എന്ന് ആദ്യം ജപിച്ചത് കൊണ്ടോ ഒന്നും പ്രത്യേകിച്ച് യാതൊരു ഫലവ്യത്യാസവും വരാൻ പോകുന്നില്ല. നമുക്ക് എങ്ങനെയാണോ താല്പര്യം ആ രീതിക്ക് നമുക്ക് ജപിക്കാം. അതിലൊന്നും യാതൊരു തർക്കവുമില്ല. നമ്മുടെ അമ്മമ്മമാർ ഹരേ രാമ എന്ന് ആദ്യം പറഞ്ഞിട്ട് പിന്നീട് ഹരേ കൃഷ്ണ എന്ന് പഠിപ്പിച്ചു തന്നു. നമുക്കത് ജപിക്കാം. ഇപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പം അത് അങ്ങനെ ആദ്യം ജപിക്കണമെന്ന് പറയുന്നത് മറ്റേത് തെറ്റായിട്ടല്ല. പക്ഷേ അവരവിടെ കൃഷ്ണന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ടാണ് അവരെപ്പോഴും ഹരേ കൃഷ്ണ എന്ന് ജപിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് അവരങ്ങനെ ജപിക്കുന്നത്. അപ്പോൾ അത് ശരിയെന്നോ ഇത് തെറ്റെന്നോ നമുക്ക് പറയാൻ പറ്റില്ല. നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും എത്തിച്ചേരുന്നത് ഒരിടത്തേക്കാണ്. രാമനായാലും കൃഷ്ണനായാലും എല്ലാം ഒന്നു തന്നെയാണ്. പിന്നെ അങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ച് ഭഗവാന്റെ കഥകളൊക്കെ അറിഞ്ഞ് ആ ലീലകളെല്ലാം മനസ്സിലാക്കിയതിന് ശേഷമാണ് നമ്മൾ ഭാഗവതത്തിലേക്കും ഭഗവത്ഗീതയിലേക്കും ഒക്കെ കടക്കുന്നത്. അപ്പോഴേ അങ്ങനെ നമ്മൾ പഠിച്ചാൽ മാത്രമേ നമുക്ക് ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായി മനസ്സിലാകത്തുള്ളൂ. ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യനോട് പെട്ടെന്ന് തന്നെ ഭഗവത്ഗീതയിലെ ഒരു അധ്യായം എടുത്ത് വായിച്ചിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുമ്പം അയാൾക്ക് ചിലപ്പോൾ അത് ദഹിക്കണമെന്നില്ല. അപ്പോൾ അവർക്ക് ദഹിക്കത്തക്ക രീതിയിൽ ഭഗവാന്റെ ലീലകളൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ പാടി
നാമമൊക്കെ ചൊല്ലി അങ്ങനെ കുറേശ്ശെ ഭഗവാനിലേക്ക് അടുത്ത് കഴിയുമ്പോഴാണ് നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഭഗവാന്റെ മുമ്പിൽ ഇതിനൊന്നും ഒരു പ്രസക്തിയുമില്ല. ഭഗവാനെ വിളിക്കുക എന്നത് മാത്രമാണ് ഏറ്റവും പ്രധാനം. ഭഗവാന് വ്രതത്തിൽ നമ്മൾ ഇരിക്കുക എന്ന് പറയുന്നത്, ഏകാദശി ആയാലും ഷഷ്ടി ആയാലും ഒക്കെ വ്രതത്തിൽ നമ്മൾ ഇരിക്കുന്നത്, നമ്മൾ ആ സമയത്ത് കൂടുതൽ ഈശ്വരനിലേക്ക് അടുക്കുന്നു. കാരണം അതിനു വേണ്ടി ഏകാദശിയാണ്. അതുകൊണ്ട് ഇന്ന് ഭഗവാന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കുകയാണ്, ഭഗവാന് വേണ്ടി നമ്മൾ ചില കാര്യങ്ങൾ വേണ്ടാന്ന് വെക്കുകയാണ് എന്ന് പറയുമ്പോഴാണ് ഭഗവാനിലേക്ക് നമ്മൾ അടുക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഒരു കുട്ടിയുണ്ടായി, ഒരു കുഞ്ഞ് നമ്മൾ ഉണ്ട് നമ്മുടെ വീട്ടിൽ. അപ്പോൾ നമ്മൾ പ്രസവിക്കുന്നു, കുഞ്ഞുണ്ടാകുന്നു. അപ്പോൾ ആ കുഞ്ഞിന് വേണ്ടി നമ്മൾ ആലോചിക്കുക, ഒരമ്മ എന്തൊക്കെ സാക്രിഫൈസുകൾ ചെയ്യുന്നുണ്ട് ആ കുഞ്ഞിന് വേണ്ടി. ആ അമ്മയ്ക്ക് എത്ര കാലം അമ്മ ഉറങ്ങില്ല. കാരണം ഈ കുഞ്ഞ് തുണിയെടുത്ത് മുഖത്തിടുന്നുണ്ടോ, രാത്രിയിൽ മൂത്രം ഒഴിക്കുന്നുണ്ടോ, ഇങ്ങനെയൊക്കെ അല്ലെ കരയുന്നുണ്ടോ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഈ അമ്മ എത്രയോ കാലം സാക്രിഫൈസ് ചെയ്യുന്നു. അതുപോലെ ഒരു കുഞ്ഞുണ്ടായി കഴിയുമ്പം അതിൻ്റെ അച്ഛൻ അച്ഛൻ്റെ ദുർച്ചെലവുകളെല്ലാം കുറേശ്ശെയായിട്ട് എന്ത് ചെയ്യുന്നു, നിർത്തുന്നു. പിന്നെ ആ അച്ഛനും ആ കുട്ടിക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്നു. അപ്പം നമ്മുടെ ചില ഇഷ്ടങ്ങൾ, ചിലപ്പം ഫുൾ ടൈം ഉറങ്ങിക്കൊണ്ടിരുന്ന, അല്ലെങ്കിൽ രാത്രിയിൽ ഒരു ആന കുത്തിയാൽ പോലും എഴുന്നേക്കാത്ത രീതിയിലുള്ള ഒരു അമ്മയായിരിക്കും. ആ അമ്മ ഒരു കുഞ്ഞുണ്ടായി കഴിയുമ്പം ഉറക്കമേ ഇല്ലാത്ത അവസ്ഥയിലേക്ക് ആ അമ്മ മാറുന്നു. അമ്മയ്ക്ക് കൃത്യമായി ഭക്ഷണം കഴിക്കാൻ പോലും പറ്റില്ല. പല അമ്മമാരും ആഹാരം കഴിക്കാനിരിക്കുമ്പോഴാണ് കുഞ്ഞ് കരയുന്നത്. ആഹാരം അവിടെ ഇട്ടിട്ട് കുഞ്ഞിനെ എടുക്കാം. അപ്പം നമുക്ക് സ്നേഹമാണ് ആ കുഞ്ഞിനോട്. ആ സ്നേഹത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പല കാര്യങ്ങളും നമ്മൾ സാക്രിഫൈസ് ചെയ്യുന്നത്. അങ്ങനെ സാക്രിഫൈസ് ചെയ്താൽ മാത്രമേ സ്നേഹം എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടാവുകയുള്ളൂ. പിന്നീട് ആ കുട്ടി വളർന്ന് വലുതാകുമ്പോഴും നമ്മൾ നമ്മുടെ പല കാര്യങ്ങളും സാക്രിഫൈസ് ചെയ്യും. പക്ഷെ നമ്മൾ സാക്രിഫൈസ് ചെയ്യാതെ മുമ്പോട്ട് പോയാലോ ഈ കുട്ടിക്ക് അതിൻ്റേതായ ദോഷങ്ങളൊക്കെ പലപ്പോഴും ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ ഭഗവാന് വേണ്ടി ചില കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്യുക. അങ്ങനെ ഭഗവാന് വേണ്ടി നമുക്ക് സാക്രിഫൈസ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഭഗവാനെ സ്നേഹിക്കണം. അങ്ങനെ നിനക്ക് എന്നോട് സ്നേഹമുണ്ടോ എന്ന് ഭഗവാൻ നമ്മളോട് ശ്രദ്ധിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ ഈ വ്രതങ്ങൾ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഭഗവാൻ അല്ലാതെ നമ്മൾ ആഹാരം കഴിച്ചെന്ന് കരുതിയോ, അതല്ലെങ്കിൽ നമ്മൾ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തെന്ന് കരുതിയോ ഭഗവാൻ എന്ത് സംഭവിക്കാനാണ്? ഭഗവാൻ ഒന്നും സംഭവിക്കാനില്ല. പക്ഷേ ഭഗവാൻ ഇങ്ങനെ നോക്കും, എന്നെ പ്രാർത്ഥിക്കുന്നുണ്ടോ, എന്നെ വിളിക്കുന്നുണ്ടോ, എന്നെ ഓർക്കുന്നുണ്ടോ, എന്നെപ്പറ്റി ചിന്തിച്ചിരിക്കുന്നവരിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ, എന്നെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഭക്തരിലാണ് എൻ്റെ സ്നേഹം കൂടുതലായിട്ടുള്ളത്. അവരെൻ്റെ ഹൃദയത്തിൽ വസിക്കുന്നു, അവരോടാണ് എനിക്ക് ഏറ്റവും സ്നേഹമെന്നാണ് ഭഗവാൻ ഭഗവത്ഗീതയിൽ പോലും പറഞ്ഞിരിക്കുന്നത്. അപ്പം നിങ്ങളെല്ലാവരും എന്താ ചെയ്യേണ്ടത്, ഭഗവാനെ സ്നേഹിക്കുക. ഭഗവാൻ അത് പരമശിവനായാലും മഹാകാളിയായാലും പാർവതീദേവി ആയാലും ഗുരുവായൂരപ്പനായാലും മഹാവിഷ്ണുവായാലും ശ്രീകണ്ഠേശ്വരനായാലും തിരുപ്പതി വെങ്കടേശ്വരനായാലും എല്ലാം ഒന്ന് തന്നെയെന്ന് നമ്മൾ ആദ്യം ചിന്തിക്കുക. നമ്മുടെ സൗകര്യത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാനുള്ള, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഭഗവാൻ ഇങ്ങനെ പല പല ഭാവത്തിൽ നിൽക്കുന്നത്. എല്ലാം ഒന്ന് തന്നെ. പിന്നെ മരുന്ന് എല്ലാ മരുന്നുകളും ഉണ്ട്. നമുക്ക് ചില പനി മാറാൻ നമ്മൾ എന്ത് ചെയ്യും, പാരസെറ്റാമോൾ കഴിക്കും, അല്ലെങ്കിൽ ഡോളോ കഴിക്കും. ചുമ വന്നു കഴിയുമ്പോൾ നമ്മൾ ഏതെങ്കിലും കപ്പ് സിറപ്പ്, കൃഷ്ണ തുളസി കപ്പ് സിറപ്പ് മേടിച്ച് കഴിക്കും. അല്ലെങ്കിൽ തലവേദന എടുക്കുമ്പോൾ നമ്മൾ പാരസെറ്റാമോളിന് പകരം ഡോളോയും കൂടെ കഴിക്കും. എന്തിനാണ്? അത് മാറാൻ വേണ്ടി. പക്ഷേ ഇതെല്ലാം അടിസ്ഥാനപരമായി എന്ത് തന്നെയാണ്, മരുന്ന് എന്ന് പറയുന്ന വിഭാഗത്തിൽ പെടുന്ന പല പല കാര്യങ്ങളാണ് ഇതെല്ലാം. അതുപോലെ തന്നെയാണ് ഈശ്വരൻ എന്ന് പറയുന്ന ആ ഒരു വിഭാഗത്തിൽപ്പെടുന്ന പല പല രൂപങ്ങളാണ് വിഷ്ണു ആയാലും ശിവനായാലും ദേവിമാരായാലും എല്ലാം. അപ്പോൾ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ എത്രയെത്ര രൂപങ്ങളാണ് നമ്മൾ പഠിച്ചത്. പാണ്ഡുരംഗ രൂപം നമ്മൾ പഠിച്ചു, അതുപോലെ ശ്രീകൃഷ്ണനെ പഠിച്ചു, ഉണ്ണിക്കണ്ണനെ നമ്മൾ പഠിച്ചു, ധന്വന്തരമൂർത്തിയെ പഠിച്ചു. ഇങ്ങനെ ഒരുപാട് വാമനനുണ്ട്, അത് വാമനമൂർത്തി ക്ഷേത്രമുണ്ട്, നിങ്ങൾക്കറിയാമല്ലോ. അതുപോലെ മത്സ്യവും കൂർമ്മവും വരാഹവും ഒക്കെയുള്ള ക്ഷേത്രങ്ങളുണ്ട്. വരാഹമൂർത്തി ക്ഷേത്രമുണ്ട്, ലക്ഷ്മി വരാഹമൂർത്തി ക്ഷേത്രം ഇവിടെ തിരുവനന്തപുരത്ത് വളരെ പ്രശസ്തമാണ്. അപ്പം ഇങ്ങനെ പല പല അവതാരങ്ങൾ നമ്മുടെ മുമ്പിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. പക്ഷേ ഇതെല്ലാം എന്തു തന്നെയാണ്,
അടിസ്ഥാനപരമായി ഭഗവാൻ തന്നെയാണ്. ആ സത്യം നിങ്ങൾ മനസ്സിലാക്കുക, ഭഗവാനെ വിളിക്കുക. അത് ഓരോ ദിവസവും നമ്മളുടെ സൗകര്യത്തിനനുസരിച്ച് ഇന്ന് നമ്മൾ ചിലപ്പോൾ മഹാവിഷ്ണുവിനെ ആയിരിക്കും പ്രാർത്ഥിക്കുന്നത്. കാരണം ആ ദിവസത്തിൻ്റെ പ്രത്യേകത. പിറ്റേ ദിവസം നമ്മൾ എന്ത് ചെയ്യും? പ്രദോഷമാണ്. അപ്പോൾ പ്രദോഷത്തിന് നമ്മൾ എന്ത് ചെയ്യും? ഭഗവാൻ മഹാദേവനെ പ്രാർത്ഥിക്കും. പ്രദോഷ സന്ധ്യയ്ക്ക് നമുക്ക് മഹാദേവനെ പ്രാർത്ഥിക്കുന്നതിൻ്റെ കൂടെ എല്ലാവരെയും പ്രാർത്ഥിക്കണം. കാരണം എന്താണ്? സകല ദേവീദേവന്മാരും ആ സന്ധ്യയിൽ അവിടെ അവരുടെ സാന്നിധ്യം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാം നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു കാര്യം പറയട്ടെ, വൃന്ദാവനത്തിൽ ഗോപികമാരുണ്ടായിരുന്നു. ഈ ഗോപികമാർ ഭഗവാനെ മാത്രം വിളിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. അവർക്ക് ഭക്തി എന്താണെന്നൊന്നും അറിയത്തില്ല. അവർക്ക് ഭഗവാനോട് എന്താണ്? ഭയങ്കര സ്നേഹമാണ്. അങ്ങനെ സ്നേഹിക്കുന്ന ആ ഗോപികമാർ പോലും കാർത്യായനി വ്രതം എടുത്തതായി നമുക്ക് അറിയാനായിട്ട് പറ്റും. പുസ്തകങ്ങൾ വായിക്കാൻ പറ്റും. അവർ പോലും കാർത്യായനി വ്രതം എടുത്ത് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പം 24 മണിക്കൂറും ഭഗവാനെ കണ്ടുകൊണ്ടിരിക്കുന്ന ഗോപികമാരാണ്. ഭഗവാനോട് അത്യധികമായ സ്നേഹമുള്ളവരാണ്. അവരെന്ത് ചെയ്യുന്നു? കാർത്യായനി വ്രതം എടുക്കുന്നു. അപ്പം അവർക്കും അറിയാം ഇതെല്ലാം ഒന്നു തന്നെയാണെന്ന്. ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ഏറ്റവും പരമമായ ഭക്തരെന്ന് പറയുന്നത് ഗോപികമാരാണ്. ഭഗവാന്റെ ഹൃദയത്തിലാണ് അവരുടെ സ്ഥാനം. അവർ പോലും കാർത്യായനി വ്രതം എടുക്കുന്നു. അപ്പോൾ അതിനകത്തും തന്നെ നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത്? ഇതെല്ലാം എത്തിച്ചേരുന്നത് എവിടേക്കാണ്? ഒന്നിലേക്ക് തന്നെയാണ്. അപ്പം നിങ്ങളത് മനസ്സിലാക്കുക. പരമാവധി നിങ്ങൾ പ്രാർത്ഥിക്കുക. ഒന്നിനെയും നിങ്ങൾ വേർതിരിച്ച് കാണാതിരിക്കുക. എല്ലാം ഒന്ന് തന്നെയാണെന്ന് മനസ്സിലാക്കുക. അങ്ങനെ അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? യാതൊരു സംശയങ്ങളും ഉണ്ടാകില്ല. നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. ഭഗവാന് അശുദ്ധികളൊന്നുമില്ല, ശുദ്ധാശുദ്ധങ്ങളൊന്നുമില്ല. ഗോപികമാരെ വസ്ത്രം കവർന്ന് ഭഗവാൻ അരയാലിൻ്റെ മുകളിൽ കെട്ടിയിട്ടത് ഭഗവാന് ആ ഗോപികമാരെ നഗ്നത കാണാൻ വേണ്ടിയിട്ടൊന്നുമല്ല. ഞാനെന്ന് പറയുന്ന അഹംഭാവം മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ്. ഭഗവാൻ അത് കണ്ട് ആനന്ദിക്കേണ്ട ആവശ്യം എന്താണ്? ഇതിൻ്റെ എല്ലാം സൃഷ്ടാവാണ് ഭഗവാൻ. നിങ്ങൾ അതുകൊണ്ട് കഥകളൊക്കെ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിച്ച് പഠിക്കരുത്. അഹം എന്ന് പറയുന്ന നമ്മുടെ ഉള്ളിലുള്ള അഹങ്കാരം, ആ ഭാവം മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. നമ്മൾക്ക് നമ്മുടെ ക്ഷേത്രങ്ങളിൽ, കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ നമ്മളൊന്ന് മുറുക്കെ ഒരു നാമം ചെല്ലാൻ നമുക്ക് പേടിയാണ്, നാണക്കേടാണ്. നമ്മളിങ്ങനെ ചുറ്റും നോക്കും, ഇല്ലേ? ഞാൻ കൃഷ്ണ എന്ന് വിളിക്കുന്നത് ആരെങ്കിലും കാണുന്നുണ്ടോ, അല്ലെ ആരെങ്കിലും കേൾക്കുന്നുണ്ടോ? ദൈവമേ, എനിക്ക് നാണക്കേടാവുമോ? ഇങ്ങനെ കരുതി നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെ ചുറ്റും നോക്കിയിട്ട് മനസ്സിലങ്ങ് ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിക്കും. ഒരിക്കലും നമ്മുടെ ആ ഒരു നാമജപം പുറത്തേക്ക് വരില്ല. എന്നാൽ നിങ്ങൾ കേരളത്തിൻ്റെ പുറത്തേക്കൊന്ന് പോയി നോക്കൂ. പ്രത്യേകിച്ച് തിരുപ്പതി വെങ്കടേശ്വര സ്വാമിയുടെ ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ അവിടെ ഗോവിന്ദ എന്നുള്ള വലിയ ഒച്ചത്തിലുള്ള വിളിയാണ് നിങ്ങൾക്ക് കേൾക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ അവിടെ വരുന്ന, കേരളത്തിന് പുറത്തുനിന്ന് വരുന്ന ആ ഭക്തജനങ്ങൾക്ക് ഒരിക്കലും ഭഗവാന്റെ മുമ്പിൽ ഞാനെന്ന് പറയുന്ന ഒരു അഹംഭാവമില്ല. അവരെന്ത് ചെയ്യുന്നു? മുറുക്ക വിളിക്കുന്നു. അപ്പോൾ അത് ഭഗവാൻ എന്ത് ചെയ്യുന്നു? കേൾക്കുന്നു. ഭഗവാൻ അത് ഇഷ്ടപ്പെടുന്നു. അവർക്ക് ആ നാണക്കേട് ഇല്ലാതായി മാറുന്നു. പക്ഷെ നമ്മളപ്പോൾ എന്ത് ചെയ്യും? കൃഷ്ണ 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 എന്ന് ഉള്ളി മാത്രം എന്ത് ചെയ്യും? ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഒരിക്കലും ഈ ശബ്ദം പുറത്തേക്ക് കേൾക്കില്ല. അവിടുത്തെ പ്രാർത്ഥനകൾ എങ്ങനെയാണ്? ഉച്ചത്തിലാണ് അവിടെ തിരുമേനിമാർ പ്രാർത്ഥിക്കുന്നത്, അവിടെ മന്ത്രം ചൊല്ലുന്നത്. കാരണം അവിടുത്തെ നമ്മുടെ കേരളത്തിലെ മന്ത്രജപത്തിൻ്റെ ഒരു രീതിയിലല്ല അവിടുത്തെ മന്ത്രജപമുള്ളത്. അവിടെ വലിയ ഉച്ചത്തിൽ, ഈണത്തിലാണ് ഭഗവാന്റെ പ്രാർത്ഥനകളുള്ളത്. ക്ഷേത്രത്തിനകത്തു പോലും തിരുമേനിമാർ വലിയ ഉച്ചത്തിൽ, അതുപോലെ തന്നെ വലിയ ഈണത്തിലാണ് പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടുന്ന് വരുന്ന ഭക്തന്മാരെല്ലാം വളരെ ഉച്ചത്തിൽ തന്നെ ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിക്കും. പക്ഷെ ആ സാഹചര്യത്തിൽ നമ്മൾ എത്തപ്പെട്ടാൽ പോലും, അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ആ സാഹചര്യത്തിൽ ചെന്ന് നിന്നാൽ പോലും നമുക്ക് നമ്മുടെ ശബ്ദം പുറത്തേക്ക് വരില്ല. കാരണം എന്താണ്? നമ്മൾ ഇത്രയും കാലം ഇവിടെ ഇതാണ് സ്വീകരിച്ചത്, ഇങ്ങനെയാണ് ശീലിച്ചത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഒച്ച എന്ത് ചെയ്യത്തില്ല? പുറത്തേക്ക് വരില്ല. അപ്പം നമ്മൾ മിണ്ടാതെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് മനസ്സിലാകും നമ്മൾ കേരളത്തിൽ നിന്ന് വന്നവരാണെന്ന്. അത് അവരവിടെ പ്രത്യേകം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. കേരളത്തിലുള്ളവർ ഒച്ചത്തിൽ ഭഗവാനെ വിളിക്കില്ല. കാരണം ഇത് നമ്മൾ ശീലിച്ചതാണ്, ഇങ്ങനെയാണ് നമ്മൾ ശീലിച്ചത്. ഇവിടുത്തെ ക്ഷേത്രങ്ങളുടെ രീതികളല്ല പുറത്തെ ക്ഷേത്രങ്ങളിൽ. പക്ഷെ നമ്മുടെ ഉള്ളിലുള്ള ആ ഞാനെന്ന ഭാവം അത് പുറത്തേക്ക് പോയാൽ മാത്രമേ, അത് വിട്ടൊഴിഞ്ഞാൽ മാത്രമേ നമ്മളും ഈശ്വരനും തമ്മിലുള്ള ആ ഒരു അകലം കുറയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ പരമാവധി സമയം ഭഗവാനെ പ്രാർത്ഥിക്കുക. വീട്ടിലിരുന്ന് നാമം ചെല്ലുമ്പോഴൊക്കെ ഇച്ചിരി ഉച്ചത്തിൽ നാമം ചൊല്ലി ശീലിക്കുക. അപ്പോൾ അത് നമ്മളൊന്ന് കേൾക്കും. നമ്മുടെ അപ്പുറത്തിരിക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവരും കേൾക്കും.
അത് ആ അന്തരീക്ഷം മുഴുവൻ എന്ത് ചെയ്യും? ശുദ്ധിയാക്കും എന്ന് കരുതി ഒച്ചത്തിൽ നാമം ചൊല്ലി മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കരുത്. അതിനനുസരിച്ച് നമ്മുടെ സാഹചര്യത്തിനനുസരിച്ച് ചെയ്യും. അപ്പോൾ എല്ലാവരും ഭഗവാനെ പ്രാർത്ഥിക്കുമല്ലോ. എല്ലാവർക്കും എല്ലാ അനുഗ്രഹങ്ങളും ഭഗവാൻ തരട്ടെ. ഹരേ കൃഷ്ണ.